നമസ്കാരം. ആരെങ്കിലുമൊക്കെ പറയാണ്, ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ഒരിക്കലും ആകരുത് എന്നൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിലേ എനിക്കെൻ്റെ ചെറുപ്പത്തിൽ കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, മക്കൾക്ക് ഇതിലൂടെ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്താണെന്നറിയോ? അതിലൂടെ മടിയും അതുപോലെ തന്നെ അവരുടെ സുന്ദരമായൊരു ഭാവിയും തിരിച്ചറിയാനുള്ള കഴിവുമൊക്കെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കുട്ടികളെ പോരാട്ടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുന്നത് അവർക്ക് പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കാനുള്ള അവസരം കവർന്നെടുക്കുന്നത് കൂടിയാണെന്ന് പറയാം. പ്രായോഗികമായ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പഠിക്കാതെ വളർന്നു കഴിഞ്ഞാൽ, പഠിക്കാതെ വളർന്നു കഴിഞ്ഞാൽ അവർ ജീവിതത്തിലെ കടുത്ത സാഹചര്യങ്ങളൊക്കെ നേരിടാൻ തന്നെ തയ്യാറാകാൻ കഴിയാത്ത രീതിയിലേക്ക് ഉണ്ടാവുക. കണ്ടു നോക്കും, നിയന്ത്രിതമായ കഠിനങ്ങൾ അവർ വലിയ സഹനശീലവും നേടിയെടുക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തമായ ആശ്വാസത്തിലൂടെയല്ല ഒരു ശക്തമായ അടിസ്ഥാനവും ബേസിക്കോ ഒന്നും എവിടെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള കരുത്തിനെ രൂപപ്പെടുത്താനുള്ള വെല്ലുവിളികളൂടെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ പ്രതിസന്ധികളിൽ നിന്ന് തുരത്തുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കുന്നതൊക്കെ ജീവിതം നഷ്ടപ്പെടുത്താനും സ്വയം മാർഗം കണ്ടെത്താനുള്ള കഴിവുകളെയൊക്കെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക ചെയ്യുന്നത്. മക്കളുടെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവരെ കുറച്ചൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രാപ്തരാക്കുകയും വേണം കേട്ടോ. അവർക്ക് വീഴാനും ഉയരാനും ഒക്കെ ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. അവരൊന്നും തെറ്റ് ചെയ്യുമെന്ന് കരുതി അവരുടെ കൈകാലുകളൊന്നും ബന്ധിപ്പിച്ച് നിർത്തി ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നതിലൂടെ അവർ ജീവിതം പഠിക്കുകയുമില്ല. പക്ഷേ അവരുടെ വീഴ്ചകളിൽ നിന്നും തങ്ങളുടെ പാഠങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വിവേകം, സഹിഷ്ണുത, അതുപോലെ തന്നെ പരാജയത്തെ മറികടക്കാനുള്ള കരുത്ത് എന്നിവയൊക്കെ അവർ പുസ്തകത്തിൽ നിന്നും പഠിക്കാനുള്ള അല്ലെങ്കിൽ എടുക്കാനോ കഴിയുന്ന എന്നുള്ള മനസ്സിലാക്കണം ആദ്യം. അത് ജീവിതത്തിൻ്റെ തിരക്കഥയിൽ നിന്നും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, അതുകൊണ്ട് തന്നെ മക്കളൊരു ചെറിയ മഴയോ കാറ്റോ നേരിടുമ്പോൾ അത് അവരുടെ അടുത്ത ശൈത്യകാലത്തിലേക്ക് ഒരു തപസ്യയായിട്ട് കാണുക. നമ്മുടെ ഉപദേശങ്ങളും നിർണ്ണയങ്ങളും എല്ലാം തന്നെ അവർക്ക് നമുക്ക് ഉപദേശങ്ങൾ നൽകാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ നായകർ അവർ മാത്രമാണ് എന്ന് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കാനും എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഈയിടെ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മക്കളൊക്കെ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കെടുക്കുമ്പോഴേക്ക് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് ഇന്നത്തെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മക്കളെ നമ്മൾ കൂടുതൽ അവർ എനർജറ്റിക് ആയിക്കൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുകളുള്ളവരാക്കി മാറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് മക്കളിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു. സ്നേഹം മാത്രം.